ഇവിടെ വന്നിട്ട് ഞങ്ങൾ ഒരുമിച്ച് ചായ കുടിക്കാൻ പോയപ്പോഴത്തേക്കും നമുക്ക് ഷെയർ ചെയ്യാന്ന് പറഞ്ഞ് കേട്ടേക്കണ ഒരു മനുഷ്യനാണത്. പല സ്ഥലത്തും ചെല്ലുമ്പോൾ ഞങ്ങൾ ഭക്ഷണം കഴിക്കാനൊക്കെ പോകുമ്പോഴത്തേക്കും ആളുകൾ ഫോട്ടോ എടുക്കണം. പുള്ളി ഹെസിറ്റേറ്റ് ചെയ്യൊന്നുമില്ല, പുള്ളി ചുമ്മാ അവിടെ നിന്ന് കൊടുക്കും. ഗിറ്റാർ വാങ്ങിയൊക്കെ രസം, ചേട്ടാ എനിക്ക് കുറച്ച് പൈസ തരും, ഞാൻ നാളത്തെ പുള്ളിയുടെ കയ്യിൽ അപ്പോൾ കുറച്ച് പൈസ ഉണ്ടായുള്ളൂ. അപ്പം അത്രയും ജെന്യൂനാണ് പുള്ളി. ഓരോ കാര്യങ്ങളും നമുക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഇഷ്ടം കൂടുള്ളൂ. പുള്ളിനെയൊക്കെ ഇഷ്ടപ്പെടാതിരിക്കാൻ പറ്റില്ല. ഇൻ്റർവെല്ലിന് കാപ്പി കുടിക്കാൻ ഒരുത്തൻ പോവുകയാണെങ്കിൽ, നീ ത്രില്ലറാണ് ചെയ്യണമെങ്കിൽ അവന് മനസ്സമാധാനമായിട്ട് കാപ്പി കുടിക്കാൻ പറ്റരുത്. ഇത് കഴിഞ്ഞ് ഞങ്ങൾ വലിയ സ്ക്രീനിൽ ഇതിൻ്റെ പ്രിവ്യൂ നിൽക്കുമ്പോൾ ജിത്തുവിൻ്റെ ആദ്യത്തെ കൺസെപ്റ്റ്, ദൈവം ഇത് പണി പാളും, ഇത്രയും നമ്മൾ കത്തിച്ചാൽ അതിൻ്റെ പണി കിട്ടും നമുക്ക്. ജോർജ് കുട്ടിയുടെ മനസ്സ് മുറിഞ്ഞിരിക്കുകയായിരുന്നു. ഇത് നമുക്ക് പുറത്ത് ആക്ട് ചെയ്യണതിനൊരു പരിധിയുണ്ട്. പുള്ളിക്ക് കണ്ണടയ്ക്കാം, ബാക്കിയെല്ലാം മ്യൂസിക് മേലെ ഇരിക്കണേ. ലാലേട്ടൻ മാറി വേറെ ആളെന്ന് പറഞ്ഞാൽ നമുക്ക് ആലോചിക്കാൻ പറ്റില്ല, എനിക്ക് ചെയ്യാൻ പറ്റില്ല. ഇപ്പം ഈവൻ ഞാൻ റീമേക്കുകൾ ഇപ്പോൾ ചെയ്യാനുള്ള എൻ്റെ മടി അതായിരുന്നു. അയ്യോ അത് സ്ക്രിപ്റ്റ് വന്നോട്ട് ഓർക്കാൻ പോകും. ഞാൻ ഇപ്പം പറഞ്ഞ അസാധാരണമായ സിറ്റുവേഷൻസിലാണ് മ്യൂസിക് നിൽക്കുക. ഈ മ്യൂസിക്കിന് ഒരു പ്രശ്നമുണ്ട്, നമ്മളൊരു റോങ് സാധനത്തിൽ മ്യൂസിക് ചെയ്ത് കഴിഞ്ഞാൽ അത് എടുത്തു കാണിക്കും. നമ്മൾ ഇപ്പൊ മേക്കപ്പ് ചെയ്യുമ്പോൾ ഒരു വളരെ മോശമായ ഒരു സാധനത്തിന് മേക്കപ്പ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് എടുത്തു കാണിക്കും. എനിക്കാണ് മലയാള സിനിമയിൽ ഏറ്റവും ടൈമിങ്ങുള്ള ആർട്ടിസ്റ്റുമാരിൽ ഒരാളാണ് പുള്ളി. Own your pride. Pride Diamond Collections by Joya Lucas, world's favorite jeweler. ഈ ദൃശ്യം 4 പറ്റിയിട്ട് ചർച്ചകളും കാര്യങ്ങളൊക്കെ നടക്കണ്ടല്ലോ, എന്തെങ്കിലും പറഞ്ഞോ? ഒന്നും പറയില്ല അല്ലേ? അല്ല, അതാ കോൺക്രീറ്റ് ആവാതെ പുള്ളി ഒന്നും പറയില്ല. പുള്ളിയല്ല, ഇപ്പൊ ദൃശ്യം 3 ആണേലും പുള്ളി ഫുൾ ഒരു സാധനം പുള്ളിയുടെ മനസ്സിൽ പ്ലാൻ ആവാതെ പുള്ളി സമ്മതിക്കില്ല. അതൊക്കെ ആലോചിക്കണ്ടോ, ഒന്നും ആയിട്ടില്ല എന്ന് പറയും. അത് ക്ലിയർ ആയിട്ട് പുള്ളി പറയും. ഇപ്പൊ ലാലിന്റെ കണ്ണുകളിൽ ഒരുപാട് ഷോട്ട്സ് ഉണ്ടല്ലോ. ഇപ്പൊ 1ലും 2ലും ഒക്കെ ഈ കണ്ണ് തുറക്കലും കണ്ണടക്കലും അതിൽ പ്രധാനപ്പെട്ട ഒരുപാട് മൊമെന്റ്സ് നടക്കൂല്ലോ. ഇപ്പൊ 1ലെ കണ്ണ് തുറക്കലും അടക്കലും നമുക്കറിയാം. 2ല് ഈ പറഞ്ഞ പോലെ കണ്ണ് അടയ്ക്കുകയും തുറക്കുകയും ചെയ്യുന്ന പ്രധാനപ്പെട്ട ഏരിയ അവിടുന്ന് ഫോറൻസിക് ലാബിൽ നിന്ന് ഈ അസ്ഥികൾ എടുത്ത് മാറ്റുന്ന ഒരു ഏരിയയിലുള്ള കണ്ണടക്കലും തുറക്കലും ഭയങ്കര ഐക്കോണിക് ആയിരുന്നു. 2ലും 1ലും സമാധാനമായിട്ടുള്ളത്. 3ല് കണ്ണടക്കൽ എന്ന് പറയുന്നത് വളരെ ഇമോഷണൽ ആയിട്ടുള്ളൊരു കണ്ണടക്കലാണ്. ഈ 3 സ്ഥലങ്ങളിലും സ്കോർ ചെയ്യുമ്പോൾ ഒരു ആരാധകൻ നല്ല രീതിയിൽ മ്യൂസിഷ്യൻ ടെക്നീഷ്യനൊക്കെ മാറി നിന്നിട്ട് ഇത് കാണുമ്പോൾ ഉള്ളിലൂടെ കടന്നു പോകുന്ന ഇമോഷൻസ് എങ്ങനെയാണ്? അങ്ങനെ പറഞ്ഞതിന് മുമ്പ് ദൃശ്യത്തിന്റെ ഫസ്റ്റ് പോസ്റ്റർ ആ ഇലയുടെ ഉള്ളിൽ നോക്കുന്നില്ലേ, അതാണ് എന്നെ ആദ്യം എക്സൈറ്റ് ചെയ്ത സാധനം. കാരണം ഞങ്ങൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഈ പോസ്റ്റർ വരുമ്പോൾ നമ്മൾ ഈ ലാലേട്ടൻ്റെ കണ്ണുകൾ ഒന്നതെങ്കിലും പുള്ളിയുടെ എൻറ്റയർ സാധനം, പുള്ളിയുടെ നോട്ടവും പുള്ളിയുടെ വിരലുകളൊക്കെ ഈ പറഞ്ഞാൽ ഭയങ്കരമായിട്ട് ഇമോട്ട് ചെയ്യുന്നൊരു ആളാണ്. അപ്പോൾ നമ്മൾ പിന്നീട് അങ്ങോട്ട് പുള്ളിയെ ഭയങ്കരമായിട്ട് വാച്ച് ചെയ്യും. പുള്ളിയുടെ ഈ കണ്ണടക്കലിൻ്റെ അത് പുള്ളി സമയം എടുക്കുകയാണെങ്കിൽ നമുക്കതറിയാം ഇമോഷണലാണെന്നുള്ളത്. പുള്ളിയുടെ ഒരു അഗ്രസീവ് തോട്ടിലേക്ക് പോവുകയാണെങ്കിൽ പുള്ളിയുടെ ആ തുറക്കുന്നത് എങ്ങനെയാണെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ എളുപ്പമാണ്. കാരണം വേറെ ഒന്നുമല്ല, ആദ്യത്തെ സാധനം അതായിരിക്കും മിക്കവാറും വരുന്നത്. അപ്പോൾ അവിടെ നിന്നാണ് ഞങ്ങൾ മ്യൂസിക്കിൻ്റെ ബിഗിനിങ് ആയിട്ട് കാണുന്നത് അവിടെയാണ്. അപ്പൊ കണ്ണടച്ച് തീരുമ്പോ നിങ്ങൾ ഇതിന്റെ എൻഡിൽ നോക്കി കഴിഞ്ഞാൽ പുള്ളിയുടെ കണ്ണടയ്ക്കുന്നിടത്താണ് ഈ സിനിമ തീരുന്നത്. പക്ഷെ അത് ഭയങ്കര ഇമോഷണലാണ്. ആ കണ്ണുകൾ കഥ പറയുന്നുണ്ട് ഒത്തിരി. ഇപ്പൊ ഈ സിനിമയിലെ പല കാര്യങ്ങളും, ഇപ്പൊ ഒരു കണ്ണടയുടെ ഇടയിൽ കൂടി പുള്ളി പുറത്തേക്ക് നോക്കുമ്പോൾ ആ നോട്ടത്തിനൊരു പ്രത്യേകത ഉണ്ട്. അപ്പൊ അങ്ങനെയാണ് പുള്ളിയുടെ എനിക്ക് മനസ്സിലായത്തോളം. കാരണം നമ്മളും പ്രേക്ഷകൻ എന്നുള്ള നിലയ്ക്കാണ്. ഇപ്പൊ ലാലേട്ടനെ നമ്മൾ മറ്റേ ചെറുപ്പത്തിലോട്ട് കണ്ടു വളർന്നേക്കണമുണ്ട്. നമ്മളുടെ ശരിക്കും പറഞ്ഞാൽ സിനിമ ലേണിങ്ങിൻ്റെ ഒരു ലെവൽ വരെ ഇവരൊക്കെയാണ് നമ്മളെ പഠിപ്പിക്കണേ കുറേ കാര്യങ്ങൾ. ഇപ്പോൾ നമ്മൾ കിരീടം എടുത്താലും ദശരഥം എടുത്താലും സദൈവ് ഇതേപോലെ ഒത്തിരി കണ്ണടക്കുന്ന അപ്പോൾ അതൊക്കെ നമ്മുടെ മനസ്സിൽ ഓടി വരും. അതായത് പുള്ളി ഒരു കാര്യം ചെയ്യുമ്പോൾ നമ്മൾക്ക് ഈ ഒരു പടം മാത്രമല്ല വരണേ, ഒത്തിരി പടങ്ങൾ നമ്മൾ കണ്ടുവന്ന ടൈമിങ്. എനിക്കാണ് മലയാള സിനിമയിൽ ഏറ്റവും ടൈമിങ്ങുള്ള ആർട്ടിസ്റ്റുമാരിൽ ഒരാളാണ് പുള്ളി. ഞാൻ ഒരുപാട് പേരുടെ കൂടെ വർക്ക് ചെയ്തിട്ടില്ല, ബട്ട് അഗെയിൻ ഈ പറഞ്ഞ എനിക്ക് പേഴ്സണലി ഭയങ്കര ഈസിയാണ് പുള്ളിയുടെ അങ്ങനെയുള്ള സാധനങ്ങൾ ചെയ്യാനായിട്ട്. കാരണം താളം ഉണ്ടെങ്കിൽ ഒരു മ്യൂസിക് കമ്പോസറിനെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര ഈസിയറാണ് പല കാര്യങ്ങളും ചെയ്യാൻ. ടൈമിങ് കുറവുള്ള ആർട്ടിസ്റ്റുകളുടെ കൂടെ നമ്മൾ വർക്ക് ചെയ്യുമ്പോഴാണ് നമ്മൾ പെട്ടുപോണത്. കാരണം ഇപ്പോൾ ഒരു റിയാക്ഷൻ എടുക്കുന്ന ടൈം, എന്താ പറയുക, ഒരു മൂവ്മെൻറ്റ് എടുക്കുന്ന ടൈമൊക്കെ നമ്മളുടെ മ്യൂസിക്കിനെ ലാഗ് ഉണ്ടാക്കാനും, അല്ലെങ്കിൽ ഈ പറഞ്ഞ ഇതൊക്കെ ഈ മ്യൂസിക്കിനൊരു പ്രശ്നമുണ്ട്. നമ്മളൊരു റോങ് സാധനത്തിൽ മ്യൂസിക് ചെയ്ത് കഴിഞ്ഞാൽ അത് എടുത്തു കാണിക്കും. നമ്മൾ ഇപ്പം മേക്കപ്പ് ചെയ്യുമ്പോൾ
ഒരു വളരെ മോശമായ ഒരു സാധനത്തിന് മേക്കപ്പ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് എടുത്ത് കാണിക്കും. എന്ന് പറഞ്ഞാൽ മ്യൂസിക് വളരെ കെയർഫുള്ളായിട്ട് ഹാൻഡിൽ ചെയ്യേണ്ട ഒരു ഏരിയകളാണിത്. അപ്പോൾ നല്ല ടൈമിങ്ങുള്ള ആർട്ടിസ്റ്റ് ഉണ്ടെങ്കിൽ നമുക്ക് മിനിമൽ പരിപാടി മതി, ബാക്കി അവർ ചെയ്തോളും. നമുക്ക് ചെറിയ സപ്പോർട്ടുകൾ, അല്ലെങ്കിൽ നമുക്ക് ഈ പുള്ളിയുടെ ഉള്ളിൽ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പറഞ്ഞപ്പോൾ കഥയിൽ എഴുതുമ്പോൾ നമുക്ക് സ്ക്രിപ്റ്റ് തരുമ്പോൾ അതിൻ്റെ അകത്ത് ജോർജ് കുട്ടിയുടെ മനസ്സ് മുറിഞ്ഞിരിക്കുകയായിരുന്നു. ഇത് നമുക്ക് പുറത്ത് ആക്ട് ചെയ്യണതിനൊരു പരിധിയുണ്ട്. പുള്ളിക്ക് കണ്ണടയ്ക്കാം, ബാക്കിയെല്ലാം മ്യൂസിക് മേലെ ഇരിക്കണേ. അപ്പോൾ എത്രത്തോളം മുറിഞ്ഞിട്ടുണ്ടെന്നുള്ളതാണ് ഞാനവിടെ ചെയ്യേണ്ടത്. അപ്പോൾ അതിന് മുന്നത്തെ പുള്ളി എന്താ ചെയ്തത്, അതിന് ശേഷം എന്താ ചെയ്തത്, ഇതിനെ കമ്പൈൻ ചെയ്തിട്ടാണ് നമ്മൾ ഒരു മ്യൂസിക്കൽ സാധനം അവിടെ ഉണ്ടാക്കണേ. അപ്പോൾ അതുകൊണ്ടാണ് പലപ്പോഴും നമ്മൾ ഈ ദൃശ്യം പോലുള്ള സിനിമകൾ ചെയ്യുമ്പോൾ ഇമോഷണൽ അല്ലെങ്കിൽ സ്ട്രിങ് സ്കോർ അല്ലെങ്കിൽ ഒത്തിരി മാസാക്കാതെ. കാരണം ജോർജ് കുട്ടി ഒരു 4ാം ക്ലാസ്സിൻ്റെ ഒരു സാധാരണക്കാരനാണ്. അയാളുടെ മനസ്സിൽ കൂടി പോകുന്നൊരു പരിപാടി തന്നെ വേണം നമ്മൾ ചെയ്യാൻ. അല്ലെങ്കിൽ മ്യൂസിക് മാറി നിൽക്കുമ്പോൾ എന്ത് സംഭവിക്കുമെന്ന് വെച്ചാൽ നമ്മൾ ആ കഥയിൽ നിന്ന് ആളുകൾ പുറത്തിറങ്ങും. അപ്പോൾ ഞാൻ മുന്നേ പറഞ്ഞ പോലെ ആ സിനിമയിലേക്ക് വലിച്ചടിപ്പിക്കുക എന്നുള്ളതാണ് സ്കോറിൻ്റെ പണി. ആ സ്കോർ അവിടെ നിന്ന് മാറി അത് കഴിഞ്ഞു. ഇപ്പം നമ്മളൊരു മാസ് പടം, അല്ലെങ്കിൽ ഇപ്പോൾ ലാലേട്ടൻ പടം എന്ന് പറയുന്ന സോക്കോൾഡ് അങ്ങനത്തെ പടങ്ങളിലൊക്കെ ആണെങ്കിൽ ഇത് ഓക്കെയാണ്. പക്ഷേ ഒരു ഭയങ്കര ഇമോഷണൽ ടേമോയിലുള്ള ജോർജ് കുട്ടി ഒരു ഫാമിലി മാൻ്റെ കഥ പറയുമ്പോൾ ഡെഫിനറ്റ്ലി ആ കഥാപാത്രത്തിനാണ് ഏറ്റവും ഇമ്പോർട്ടൻസ്. അത് ലാലേട്ടൻ അത്രയും ഡീറ്റെയിൽ ആയിട്ട് ചെയ്തിട്ടുണ്ട്. കാരണം ജോർജ് കുട്ടി വേറൊരാളെ നമുക്ക് സങ്കല്പിക്കാൻ പറ്റില്ല. ഇനി ഈ പറഞ്ഞ നേരം മറ്റേ ലാലേട്ടൻ മാറി വേറൊരാളെന്ന് പറഞ്ഞാൽ നമുക്ക് ആലോചിക്കാൻ പറ്റില്ല, എനിക്ക് ചെയ്യാൻ പറ്റില്ല. ഇപ്പം ഈവൻ ഞാൻ റീമേക്കുകൾ ഇപ്പോൾ ചെയ്യാനുള്ള എൻ്റെ മടി അതായിരുന്നു. റീമേക്കിനൊക്കെ വിളിച്ചിട്ടുണ്ടായിരുന്നു. പാവനാശത്തിന് വിളിച്ച് ഞാൻ ബാക്കൗട്ട് ചെയ്ത് ജിത്തിനോട് പറഞ്ഞു, ജിത്ത് എനിക്ക് പ്രശ്നമാണ്, അവർ മോശം ആക്ടേഴ്സ് ആയതുകൊണ്ടല്ലോ, പക്ഷേ ലാലേട്ടൻ്റെ കൂടെ ഒരിക്കൽ ചെയ്തിട്ട് വേറൊരാളുടെ കൂടെ ആ സെയിം സാധനം ചെയ്യൽ ബുദ്ധിമുട്ടാണ്. ഞാൻ തെലുങ്കിൽ വർക്ക് ചെയ്തിരുന്നു 2-ൽ. അപ്പോൾ നമ്മുടെ പ്രശ്നം എന്താ വെച്ചാൽ പുള്ളി നല്ല ആക്ടറാണ്, തെലുങ്കിൽ പുള്ളിക്ക് നല്ല ആക്ടറാണ്. പക്ഷെ പ്രശ്നം വെച്ചാൽ നമ്മളിങ്ങനെ ഒരാളുടെ കൂടെ വർക്ക് ചെയ്തിട്ട് ഈ ടൈമിങ്ങും ഈ ഒരു പരിപാടി ഈസിയറല്ല. കാരണം പുള്ളി ഭയങ്കര ഈ ബ്ലെസ്ഡ് ആണ് പുള്ളി. അതുകൊണ്ട് തന്നെ പുള്ളിക്ക് അത്രയും ഡീറ്റെയിൽ ആയിട്ടാണ് പുള്ളി ഓരോ സാധനങ്ങളും നമുക്ക് തരണം. അപ്പോൾ ടൈമിങ്ങൊക്കെ ഭയങ്കര അപാരമാണ്. അതായത് ഒരു സിനിമയുടെ ഗതി പുള്ളിക്ക് അറിയാം, പുള്ളിയുടെ എക്സ്പീരിയൻസ്, പുള്ളിയുടെ ആ സ്കിൽ വെച്ചിട്ട് പുള്ളി ഓരോ ഇപ്പോൾ പറയില്ല, ഇപ്പോൾ ജിത്തു തന്നെ ഇൻ്റർവ്യൂവിൽ പറയാറുണ്ട് റാൻഡമായിട്ടാണ് പുള്ളി ഷൂട്ട് ചെയ്യണേ. പക്ഷേ ഈ സിനിമയുടെ എൻറ്റയർ പേസ് പുള്ളിക്ക് കാണാപ്പാടായിരിക്കും. അപ്പോൾ ഞങ്ങളിങ്ങനെ ആലോചിക്കും ഇവിടെ വന്നു കഴിയുമ്പോഴത്തേക്ക് ഇത് ലീനിയറായിട്ട് ഷൂട്ട് ചെയ്തതാണ്. കാരണം അതേപോലെയാണ് പുള്ളി ചെയ്തു വെച്ചേക്കണത്. ഓരോ സീൻ്റെയും ഗ്രോത്ത് അറിഞ്ഞ് വർക്ക് ചെയ്യണ ആക്ടേഴ്സിലാണ് പുള്ളി. അപ്പോൾ അതൊക്കെ നമുക്ക് ഭയങ്കര ഈ ടീമിൻ്റെ അകത്ത് പെടാൻ പറ്റുക എന്ന് പറഞ്ഞാണ് ഏറ്റവും വലിയ സാധനം. ഇതേപോലെയൊക്കെ ഒരു ആക്ടറിന് കൂടെ വർക്ക് ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞാൽ ഭയങ്കര ഭാഗ്യമാണ്. പ്രണവ് മോഹൻലാലിൻ്റെ സ്വഭാവവും സാറിൻ്റെ സ്വഭാവം തമ്മിൽ വളരെ സാമ്യമുള്ള പോലെ ഫീൽ ചെയ്തിട്ടുണ്ട്. അതായത് ഇപ്പോൾ അദ്ദേഹം നോക്കൂ, അദ്ദേഹത്തിന് വലിയൊരു ബ്രാൻഡിൻ്റെ ഒരു ബാക്കിംഗ് ഉണ്ടല്ലോ, അതായത് മോഹൻലാലിൻ്റെ മകൻ എന്ന് പറയുന്ന ബാക്കിംഗ് ഉണ്ട്. പക്ഷേ അത് അദ്ദേഹം എവിടെയും യൂസ് ചെയ്യാതെ, ഒട്ടും പ്രസിദ്ധി ആഗ്രഹിക്കാതെ, ഇപ്പോഴും അദ്ദേഹം ബസ്സിൽ ട്രാവൽ ചെയ്യുന്നു എന്ന് കേൾക്കുന്നു, സാധാരണ ലോഡ്ജിൽ താമസിക്കുന്നു എന്നൊക്കെ കേൾക്കുന്നുണ്ട്. ഇത് നമ്മൾ കണ്ടിട്ടില്ല, അതവിടെ കേൾക്കുന്നു എന്ന് പറയുന്നത്. ഇപ്പോൾ സാറിനെ പേഴ്സണൽ എടുത്ത് നോക്കുകയാണെങ്കിൽ ഞാൻ പറഞ്ഞില്ലേ, ഇപ്പോൾ ഏറ്റവും മികച്ച ക്ലൈമാക്സുകൾ കഴിഞ്ഞ 50 വർഷത്തിലെ ഏതാണെന്ന് ചോദിച്ചപ്പോൾ മലയാള മനോരമയുടെ സർവേയിൽ തിരഞ്ഞെടുത്തത് യവനികയും ദൃശ്യത്തിൻ്റെയും ക്ലൈമാക്സ് ആയിരുന്നു. അപ്പോൾ അത്ര ആളുകളുടെ ഉള്ളിൽ പോപ്പുലറാണ്, അത്ര ആളുകളുടെ ഉള്ളിൽ ആ ഡയലോഗുകളും മ്യൂസിക്കും പോപ്പുലറാണ്. എന്നാലും അനൽ ജോൺസൺ ഒറ്റപ്പെട്ട ഒരു വ്യക്തിയായിട്ട് അതിനോട് പറ്റി ആസ്വദിച്ച് നിൽക്കുന്നു. ഈ പ്രണവ് മോഹൻലാലും സാർ തമ്മിലുള്ള ഒരു ഇക്വേഷൻ എങ്ങനെയാണ്? എനിക്ക് പുള്ളിനെ മനസ്സിലാക്കണം വെച്ചാൽ പുള്ളി ഭയങ്കര ഈ പ്രൈവറ്റ്, പുള്ളിയുടെ തോട്ട്സ് ലോകത്തിന് കൊടുക്കേണ്ടതാണെങ്കിൽ കൊടുത്താൽ മതി എന്നുള്ള ലൈനിൽ ഭയങ്കര ഇൻഡിവിജ്വൽ. ഇപ്പോൾ ആദ്യമായിട്ടുള്ള ഞങ്ങളുടെ ഇവിടെ വന്നിട്ട് ഞങ്ങൾ ഒരുമിച്ച് ചായ കുടിക്കാൻ പോയപ്പോഴത്തേക്കും നമുക്ക് ഷെയർ ചെയ്യാന്ന് പറഞ്ഞ് കേട്ടേക്കണ ഒരു മനുഷ്യനാണത്. നമുക്ക് ഷെയർ ചെയ്താലോ എന്ന് ചോദിച്ചാണ് പുള്ളി. അപ്പോൾ അതിൻ്റെ അകത്തുനിന്ന് എനിക്കെല്ലാം മനസ്സിലായിരുന്നു. കാരണം നമ്മുടെ ഏജിൻ്റെ ഗ്യാപ്പുള്ളതുകൊണ്ട് നമുക്ക് അറിയാം. പിന്നെ ഞാൻ ഈ പറഞ്ഞ ഞങ്ങൾ ഓരോ കാര്യം സംസാരിക്കുമ്പോഴൊക്കെ ആണെങ്കിലും പുള്ളി എപ്പോഴും ഈ അനോണിമസ് ആയിട്ട് പുള്ളിക്ക് ഇപ്പോൾ പല സ്ഥലത്തും ചെല്ലുമ്പോൾ ഞങ്ങൾ ഭക്ഷണം കഴിക്കാനൊക്കെ പോകുമ്പോഴത്തേക്കും ആളുകൾ ഫോട്ടോ എടുക്കണം, പുള്ളി ഹെസിറ്റേറ്റ് ചെയ്യൊന്നുമില്ല, പുള്ളി ചുമ്മാ അവിടെ നിന്ന് കൊടുക്കും. അടുത്ത് തിരിച്ചു വരുമ്പോൾ അവസാനം എനിക്കൊക്കെ തോന്നിയിട്ടുണ്ട് എന്ത് ബോറടിക്കൂലേ പുള്ളിക്ക് എന്നുള്ളത്. അപ്പോൾ ഞാൻ ചോദിച്ചപ്പോൾ പുള്ളി പറഞ്ഞത്, ചേട്ടാ ഇത് 4-5 വയസ്സ് തൊട്ട് ഇത് തന്നെയാണ് അവസ്ഥ, അപ്പോൾ അങ്ങനെ പ്രത്യേകിച്ച് ഇതില്ല. പിന്നെ എനിക്ക് എൻ്റെ ഒരു ലൈഫാണ്, എൻ്റെ ഒരു സ്റ്റൈൽ ഓഫ് ലൈഫ് ഇങ്ങനെയാണ്, ഞാനൊന്നിനോട് അറ്റാച്ച്ഡ് അല്ല. പുള്ളി ഈവൻ ഫ്രണ്ട്ഷിപ്പ് അങ്ങനെയുണ്ട്. ഇപ്പോൾ നമ്മൾ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പുള്ളിക്ക് അന്ന് നമ്മൾ കണ്ട അതേ സ്നേഹം ഉണ്ടാവും, പക്ഷെ അത് പോസ്റ്റ് അടിക്കുക, അതിനുവേണ്ടി മറ്റേ അങ്ങനെ വിളിച്ച് അങ്ങനത്തെ ഒരു പരിപാടിയല്ല പുള്ളിയുടെ. ഭയങ്കര രസമുള്ളൊരു
എഫേർട്ട് എടുത്തത് ഇങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യാ. ഇല്ലില്ല പുള്ളിക്ക് അറിയാം. കാരണം പുള്ളി നമ്മളോട് പെരുമാറി വെച്ചേക്കണം എന്താണെന്ന് പുള്ളിക്ക് നന്നായിട്ട് അറിയാം. അപ്പോൾ പുള്ളിക്ക് അഭിനയിക്കേണ്ട കാര്യമോ അല്ലെങ്കിൽ നമ്മളെ വിളിച്ച് കൺവിൻസ് ചെയ്യേണ്ട ഒന്നുമില്ല. അതൊരു ഭയങ്കര ക്വാളിറ്റി അല്ലേ. എനിക്ക് പക്ഷെ ഇത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. ചായക്കടയിൽ പോകുമ്പോൾ നമുക്ക് ഷെയർ ചെയ്തിട്ട് ചായ കുടിക്കാം. അതൊക്കെ ഇപ്പൊ ഈവൻ എൻ്റെ അടുത്ത് പറഞ്ഞു, ചേട്ടാ എൻ്റെ മറ്റേ ഒരു സെക്കൻഡ് ഹാൻഡ് പോളോ കണ്ടിട്ടുണ്ടായിരുന്നു പുള്ളിക്ക്. അപ്പോൾ ഞങ്ങളിങ്ങനെ എന്തോ കാര്യം പറഞ്ഞപ്പോൾ പുള്ളി പറഞ്ഞു, ചേട്ടാ ടയറിനൊക്കെ നല്ല വിലയാണെന്ന് മനസ്സിലായത്. ഞാൻ ഈ അടുത്ത് എൻ്റെ ടയർ ഒരെണ്ണം പൊട്ടിപ്പോയി. ചെന്നപ്പോൾ 12,000 രൂപ. നമ്മളിങ്ങനെ ചിരിക്കുകയാണ്. അതായത് അല്ല, പക്ഷെ അതാണ് അയാളുടെ ഇതുകൊണ്ട് എഫേർട്ട് കൊണ്ട് കാര്യങ്ങൾ ചെയ്യാന്ന് പറഞ്ഞ ഒരു ലെവലിലാണ്. അതൊരു ഭയങ്കര ക്വാളിറ്റിയാണ് സത്യം പറഞ്ഞാൽ. പിന്നെ കാരണം അവർക്ക് എന്ത് ചോദിച്ചാലും കിട്ടാവുന്നൊരു സ്ഥലത്ത് അവരാണെങ്കിൽ പുതിയ പുത്തൻ പോളോക്കാർ തന്നെ കിട്ടും ചിലപ്പോ. പിന്നെ പക്ഷെ അങ്ങനെയല്ല പുള്ളി. അതും എനിക്ക് തോന്നുന്നു ഇപ്പൊ അതിൻ്റെ അകത്ത് ഈ സൂചിച്ചിട്ടും എല്ലാവരും അവരുടെ മോൾഡ് ചെയ്തേക്കണം അങ്ങനെയാണ്. അവരൊന്നിനോടും അറ്റാച്ച്. ഇപ്പൊ ലാലേട്ടനായാലും അങ്ങനെ തന്നെയല്ലേ, ഒന്നിനോട് അറ്റാച്ച്ഡ് അല്ല പുള്ളി. പണത്തിനോടോ അല്ലെങ്കിൽ ഭയങ്കര അങ്ങനെ ഒരു അറ്റാച്ച്മെന്റ് ഇല്ല പുള്ളിക്ക്. പുള്ളി വേറൊരാളാണ്. അതിലൊരു പാട്ടുണ്ടല്ലോ ജിപ്സി വുമൺ, അത് അദ്ദേഹം തന്നെ ലിറിക്സ് എഴുതി അദ്ദേഹം തന്നെ പാടിയതാണ് കേട്ടിട്ടുള്ളത്. അത് എന്റെ പ്രോസസ് നടന്നത് ഇവിടെയാണോ? ഇവിടെയാണ് ഫുൾ. ഓക്കെ ഓക്കെ. ഇവിടെ താഴെ വന്നിട്ട് പുള്ളി ഇരിക്കും, മറ്റേ സ്ട്രിങ്സ് ഒക്കെ കെട്ടി ഗിറ്റാറ്. അത് ഭയങ്കര രസമാണ്. അത് പുള്ളി ഓരോ ദിവസങ്ങൾ വരുമ്പോൾ ആദ്യം വന്നിട്ട് ആദ്യത്തെ ഒരു 5 ദിവസം പുള്ളി ഒന്നും ചെയ്തില്ല. പുള്ളി വെറുതെ ഇവിടെ വന്നിരുന്നു. ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും എന്തെങ്കിലുമൊക്കെ പറയും, 2-3 വാക്കുകൾ പറയും. അത് കഴിഞ്ഞ് പുള്ളി പോകും. പുള്ളി ശരിക്കും പുള്ളിക്കൊരു പ്രോസസ്സ് വേണം. പുള്ളിക്ക് ഒരാളായിട്ട് എടുക്കണമെങ്കിലൊക്കെ പുള്ളി ഇങ്ങനെ ഗ്രാജുവലി ഇങ്ങനെ പതുക്കെ അങ്ങനെ വന്നു കഴിഞ്ഞ് പിന്നെ പുള്ളി പതുക്കെ ഒരു 2 വരി എഴുതിയ ദിവസം അത് പിന്നെ ഞങ്ങൾ ഒരു പ്രോസസ്സായി, രസമായി. പുള്ളി ഗിറ്റാർ വായിക്കാൻ തുടങ്ങി. അത് കഴിഞ്ഞ് മറ്റേ അതിൻ്റെ അകത്ത് മിഴിയോരം എന്ന് പറഞ്ഞൊരു പാട്ട് നമ്മുടെ മറ്റൊരു ചോക്കുള്ളു. അപ്പോൾ അതിനൊരു അക്വസ്റ്റിക് ഗിറ്റാർ വേണമെന്ന് പറഞ്ഞാൽ അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൂടി പോയി ഒരു ഗിറ്റാർ വാങ്ങിയൊക്കെ രസമാണ്. ചേട്ടാ എനിക്ക് കുറച്ച് പൈസ തരും, ഞാൻ നാളെ പുള്ളിയുടെ കയ്യിൽ അപ്പോൾ കുറച്ച് പൈസ ഉണ്ടായുള്ളൂ. അപ്പോൾ അത്രയും ജെന്യൂനാണ് പുള്ളി. ഓരോ കാര്യങ്ങളും നമുക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഇഷ്ടം കൂടുള്ളൂ. പുള്ളിനെയൊക്കെ ഇഷ്ടപ്പെടാതിരിക്കാൻ പറ്റില്ല. ഇത് കൊടുക്കുമ്പോൾ ഉള്ളിലൊരു ചിരി ഉണ്ടാവും, ഇയാളെന്തിനാ കടം വാങ്ങിക്കുന്നത്, അങ്ങനെ 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 തോന്നിയിട്ടുണ്ടോ എപ്പോഴെങ്കിലും? അല്ല, എനിക്ക് കുറച്ചും കൂടി സ്നേഹം തോന്നിയത്. കാരണം അങ്ങനെ ഒരാള് അയാളുടെ എഫേർട്ട് കൊണ്ട് ജീവിക്കാൻ. ഇപ്പൊ ഒന്ന് കലാകാരൻ അല്ലെങ്കിൽ ഈ പറഞ്ഞത് എന്തിനാണ് പോവാൻ പുള്ളിക്ക് താല്പര്യം എന്ന് പുള്ളിക്ക് പറയാൻ പറ്റില്ല. ഇപ്പൊ എൻ്റെ ജീവിതത്തിൽ തന്നെ എൻ്റെ ഫാദറിന് ഞാൻ സിനിമ ചെയ്യാൻ തുടങ്ങിയപ്പോഴാണ് ഞാൻ മ്യൂസിക്കിൽ എന്താ ചെയ്യണമെന്ന് മനസ്സിലായി തുടങ്ങിയത്. അതായത് ഏറ്റവും ഇവിടുത്തെ ബിസിയസ്റ്റ് മ്യൂസിക് ചെയ്യണ ആൾക്കാരിൽ ഒരാളായിരുന്നു. പക്ഷെ എൻ്റെ മാതാവ് ചോദിക്കുന്നത് വേണ്ടി നീ എന്തായി ചെയ്തുകൊണ്ടിരിക്കണം എന്നുള്ളതാണ്. നിൻ്റെ പേരെവിടെ? അല്ലെങ്കിൽ അവർ കാണുമ്പോൾ ഒരു തൊഴിൽ ചെയ്യണമായിട്ട് കാണുന്നില്ല. പക്ഷെ ലാലേട്ടൻ്റെ ഒക്കെ ഏറ്റവും വലിയ പോസിറ്റീവ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പുള്ളി എന്തൊരു പ്രോസസ്സിലാണെന്ന് പുള്ളിക്കറിയാം. അത് മനസ്സിലാക്കാൻ പറ്റുന്ന മാതാപിതാക്കളും അത് എന്താ പറയുക ഭയങ്കര ഭാഗ്യമാണ്. കാരണം പുള്ളിയാണെങ്കിലും പുള്ളി ചുമ്മാ എടുക്കല്ല. പുള്ളി എല്ലാവരും വിചാരിക്കണം പുള്ളി ചുമ്മാ ഒത്തിരി പുള്ളി നന്നായിട്ട് എഴുതും. പുള്ളി പബ്ലിഷ് ചെയ്യില്ലെന്നോത്തുള്ളൂ. ഒത്തിരി എഴുതിയൊക്കെ കുറേ കാര്യങ്ങൾ പുള്ളി ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഈ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ഇപ്പം ടോട്ടൽ നമ്മൾ ഇപ്പം ദൃശ്യത്തിൻ്റെ കാര്യത്തിലും ജിത്തു നിങ്ങൾ കാണുമ്പോൾ ഒരു സ്ക്രിപ്റ്റാണ്. ആ സ്ക്രിപ്റ്റിൻ്റെ പുറകിലുള്ള എഫേർട്ട് പുള്ളി അതിന് വേണ്ടി എന്തോരം വണ്ടി ഓടിച്ചിട്ടുണ്ടാവും, എന്തൊക്കെ ആരോടൊക്കെ സംസാരിച്ചിട്ടുണ്ടാവും, അതിൻ്റെ ലീഗാലിറ്റി ആരോടൊക്കെ സംസാരിച്ചിട്ടുണ്ടാവും. അങ്ങനെ ഒത്തിരി ഹാർഡ് വർക്കുകളുടെ ഒരു പരിപാടി തന്നെയാണ് ഈ എല്ലാവരും. എത്ര ദിവസത്തെ ഉറക്കമില്ലാത്ത പണി ഉണ്ടായിരുന്നു ദൃശ്യം 3ക്ക് വേണ്ടിയിട്ട്? അയ്യോ, അത് സ്ക്രിപ്റ്റ് വന്നോട്ട് ഉറക്കം പോകും. അതെന്താണെന്ന് വെച്ചാൽ ഞാൻ ഇപ്പം പറഞ്ഞ അസാധാരണമായ സിറ്റുവേഷൻസിലാണ് മ്യൂസിക് നിൽക്കുക. അപ്പം ഇത് വായിച്ചു വരുമ്പോൾ നമ്മുടെ ഉറക്കം പോകും. പിന്നെ നമ്മൾ ഇരുന്ന് ചിലപ്പോൾ ഒരു തവണ കൊണ്ടൊന്നും റെഡിയാവില്ല, കുറേ ഇരിക്കും. ഇപ്പം ഈ ദൃശ്യം 3ക്ക് എനിക്ക് തോന്നുന്നു 4 മാസം 4.5 മാസം പോയിട്ടുണ്ട്. അപ്പോൾ ശരിക്കും പറയാൻ ഇടയിൽ ഒരു പടം ചെയ്യാവുന്ന സമയമാണ് നമ്മൾ കാണുന്നത്. പക്ഷെ അതല്ല, കാരണം ഇങ്ങനെ 2 പടം ചെയ്യുന്ന സമയം എടുത്തിട്ടുണ്ടല്ലോ. അത് ആലോചിക്കാനാണ്. ഈ പണിയെടുക്കണേക്കാളും കൂടുതൽ നമ്മൾ ഇതിൻ്റെ അകത്തേക്ക് എത്തുക. കാരണം ആ കറക്റ്റ് സാധനം അതിൻ്റെ അകത്തേക്ക് വരിക എന്നുള്ളതാണ്. ഇപ്പം നിങ്ങൾ കാണുന്ന ക്ലൈമാക്സിലൊക്കെ 1-5-8 ഓപ്ഷൻ ചെയ്തിട്ടുണ്ട്. മ്യൂസിക് പല രീതിക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ പല രീതിക്ക് ചെയ്തിട്ടുണ്ട്. ഇതിനകത്തെ പല സ്ഥലങ്ങളും റീവർക്ക് ചെയ്ത് തന്നെ സെറ്റായതാണ്. അതിൻ്റെ കാരണം വേറെ ഒന്നും കൊണ്ടല്ല. എന്ന് വെച്ചാൽ നമ്മൾ എത്രത്തോളം അതിൻ്റെ അകത്തേക്ക് ഡീപ്പറായിട്ട് ഇറങ്ങിയിട്ടില്ല എന്നുള്ളതാണ് ഇതിൻ്റെ ആവശ്യം. കാരണം ഈ ദൃശ്യത്തിൻ്റെ ഒരു പ്രശ്നം വെച്ചാൽ ഇവരുടെ എല്ലാവരും കെമിസ്ട്രി ഡിഫറെൻ്റ് ആണ്.
ഇപ്പം ഇളയ മോള് പുള്ളി പറയണ്ട് അവൾക്ക് ഇത്തിരി പിടപ്പുള്ളതെന്ന് പറഞ്ഞാൽ, അപ്പം അവളെ അണ്ടർസ്റ്റാൻഡ് ചെയ്തേക്കണ വേറെ ലെവലിലാണ്. മൂത്ത മകളുടെ സ്വഭാവം, കാരണം ഇയാൾക്ക് അത്രയും ഡീറ്റെയിൽ ആയിട്ട് ഇവരറിയാം. ഇപ്പം റാണി പറയുന്ന കാര്യങ്ങൾ പുള്ളി എടുക്കും, പക്ഷെ റാണിനെ പുള്ളി കളിയാക്കുള്ളൂ ശ്രദ്ധിച്ചാൽ. പക്ഷെ റാണി പറഞ്ഞ കാര്യങ്ങൾ ഇയാൾ എടുക്കും. അപ്പോൾ നാച്ചുറലി എനിക്ക് മനസ്സിലാച്ചാൽ ഓരോ സ്ഥലത്തെയും ഓരോ അച്ഛൻ്റെയും മകളുടെ, അച്ഛൻ്റെ രണ്ടാമത്തെ മകളുടെ, അച്ഛൻ്റെയും സുഹൃത്തുക്കളുടെയും ഇതെല്ലാം കെമിസ്ട്രി ഡിഫറെൻ്റ് ആണ് ഇവിടെ. അപ്പം നമുക്ക് ഒരു മ്യൂസിക്കും അല്ല ജോർജ് കുട്ടിയുടെ ഷൂസ് ചെയ്ത് നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ, അവർ നോക്കി കാണാൻ ചെയ്യാൻ പറ്റില്ല. ഇപ്പോൾ ദൃശ്യം 2-ൽ നമ്മൾ ഒരു സോങ് ചെയ്തപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞത് മീനയുടെ പെർസ്പെക്റ്റീവ് നിന്ന് ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പം മീനയുടെ ദൃശ്യം 2-ലുള്ളൊരു സംഭവം എന്ന് വെച്ചാൽ പുള്ളിക്കാരിക്കായിരുന്നു ആ സമയത്ത് ട്രോമ നമ്മളെടുത്ത് കാണിച്ചത്. പക്ഷെ അപ്പോഴും നമ്മൾ ജോർജ് കുട്ടിനെ നമ്മൾ ആരും ഫോളോ ചെയ്തിട്ടില്ല. കാരണം ജോർജ് കുട്ടി ഇത് കഴിഞ്ഞ് ചെയ്യാനുള്ളൊരു പരിപാടിക്ക് വേണ്ടി ജിത്തു അടക്കി വെച്ചേക്കാണ് അവിടെ, അങ്ങോട്ട് ശ്രദ്ധ പോകാതിരിക്കുക. അപ്പം മ്യൂസിക്കലി നമ്മൾ ശ്രദ്ധിക്കണം, അങ്ങോട്ട് പിടികൊടുക്കരുത്. ഇപ്പം നിങ്ങൾ ശ്രദ്ധിച്ചാൽ ഈ 3-ൽ ഇത്രയും ബഹളം ഇല്ലാത്തതിൻ്റെ, ബഹളമുള്ള മ്യൂസിക് ചെയ്യാത്തതിൻ്റെ കാരണം ഏരിയ ഉണ്ട്. അതെ, കാരണം അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ചിന്ത വേറെ ഒഴിക്കും. എന്ന് പറയുന്ന സാധനം അല്ല. മലയാളി ഇത്രയും ബുദ്ധിയുള്ളൊരു ഓഡിയൻസ് എനിക്ക് തോന്നുന്നു ലോകത്തുണ്ടാവില്ല. ഇത്രയും പെട്ടെന്ന് ആൻറ്റിസിപ്പേറ്റ് ചെയ്യും പല സാധനങ്ങളും. മറ്റേ ഒറ്റടിക്ക് ഇവർ പറയും. ദൃശ്യം 1 ഇൻ്റർവെല്ല് കേട്ടിട്ട് എൻ്റെ അടുത്ത് ചോദിച്ച ആൾക്കാരുണ്ട്, ചേട്ടാ ഇത് ഇവിടെയാണോ പരിപാടി എന്ന് ചോദിച്ചിട്ട് ആൾക്കാരുണ്ട് ഞങ്ങളുടെ കൂട്ടത്തിൽ. പിന്നെ കാരണം അത്ര ആലോചിക്കും. കാരണം അവിടുത്തെ അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഇൻ്റർവെല്ല് കത്തിക്കരുത്, ഇൻ്റർവെല്ല് സോഫ്റ്ററായിട്ട് പോയില്ലെങ്കിൽ നമ്മൾ പെടും എന്നുള്ളത് മനസ്സിലായത് അവിടെയാണ്. അപ്പം ഇങ്ങനെ കുറേ സംഭവങ്ങളുണ്ട്. അപ്പം നമ്മൾ ഒരു ഇൻ്റർവെല്ലിൽ ഒരു മാസ് പടമാണെങ്കിൽ നമുക്ക് ഇൻ്റർവെല്ല് കത്തിക്കാം. ഇപ്പം ഇതിൻ്റെ ഇൻ്റർവെല്ല് കുറച്ച് കത്തിച്ചിട്ടുണ്ട്, കാരണം ഒരു ക്യാരക്ടർ എൻട്രി ആണ്. നാച്ചുറലി നമുക്ക് അവിടെ ഒരു സാധനം ചെയ്യണം. പക്ഷെ അതിന് ശേഷം ഈ കത്തിക്കൽ പിന്നെ അങ്ങനെ തുടർന്ന് കഴിഞ്ഞാൽ പണി കിട്ടും. ആൾക്കാർ ആൻറ്റിസിപ്പേറ്റ് ചെയ്യും ഓരോ കാര്യങ്ങൾ. അപ്പോൾ ഇതിൻ്റെ ശ്രദ്ധിച്ചാൽ ഓരോ കഥാപാത്രങ്ങൾക്ക് അവരുടെ ഇമോഷൻ വെച്ചിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഈ പറഞ്ഞ പോലെ ഈ ഇന്റർവെല്ലിന്റെ ആ ഒരു ക്യാരക്ടർ എൻട്രി ഉണ്ടല്ലോ, ഇത് ആദ്യമായിട്ട് കാണും. അതിന്റെ ആ ഒരു ഷോർട്ട് ഡിസൈൻ ചെയ്തിട്ടുള്ളതൊക്കെ തന്നെയും ശരിക്കും രോമാഞ്ചം ഉണ്ടാക്കുന്ന പോലെയാണ്. എൻ്റെ ദൈവമേ, ജോർജ് കുട്ടി എന്ത് ചെയ്യും? കാരണം അങ്ങനത്തെ ഒരു ക്യാരക്ടറാണല്ലോ വരുന്നത്. അപ്പം ആ സീക്വൻസ് ഫസ്റ്റ് കാണുമ്പോൾ മൈൻഡിലൂടെ പോയിട്ട് വരുന്നത് എന്തൊക്കെയായിരുന്നു? കാരണം ഇതിന് നമുക്ക് വേറൊരു ചുമതലയും കൂടി ഉണ്ടല്ലോ, വേറൊരു ഏരിയയും കൂടി ഇതിലേക്ക് വരുത്തേണ്ടതുണ്ടല്ലോ. ഇതിൻ്റെ അകത്ത് ഇങ്ങനെയല്ലാണ്ട് ഞാൻ വേറൊരു സംഭവം പറയാം. ഈ മ്യൂസിക് ചെയ്തു, ഇത് കണ്ട് ഞങ്ങൾ ചെയ്തു. ഇത് കഴിഞ്ഞ് ഞങ്ങൾ വലിയ സ്ക്രീനിൽ ഇതിൻ്റെ പ്രിവ്യൂ ഇരിക്കുമ്പോൾ ജിത്തുവിൻ്റെ ആദ്യത്തെ കാണിച്ചു, ദൈവം ഇത് പണി പാളൂ, ഇത്രയും നമ്മൾ കത്തിച്ചാൽ അതിൻ്റെ പണി കിട്ടും നമുക്ക്. ഞാൻ പറയാം ആകെ കത്തിക്കാനുള്ള ഏറിയതാണ്, അപ്പം നമുക്ക് ഇവിടെ നമുക്ക് അങ്ങ് കത്തിക്കാം എന്നുള്ള ലൈനിലാണ് ഞങ്ങൾ ചിന്തിച്ചത്. അപ്പം ആ ഒരു ഏരിയ മാത്രമേ നമുക്ക് അങ്ങനെ ഒരു കാരണം, അല്ലെങ്കിൽ എന്താ പ്രശ്നം ഗസ് ചെയ്യും നമ്മൾ പുറത്തേക്ക് പോയത്. ശരിക്കും പറഞ്ഞ ശ്രദ്ധ തെറ്റിച്ചതാണത്. പുറത്ത് പോയി കഥ ഗസ് ചെയ്യാതിരിക്കാൻ വേണ്ടി പോണ ആൾക്ക്. ഇപ്പോൾ എന്നോട് പണ്ട് ജോൺസൺ മാസ്റ്ററൊക്കെ പറഞ്ഞൊരു സംഭവമുണ്ട്, നമ്മൾ ഇൻ്റർവെല്ലിന് കാപ്പി പിടിക്കാൻ ഒരുത്തൻ പോവുകയാണെങ്കിൽ, നീ ത്രില്ലറാണ് ചെയ്യണമെങ്കിൽ അവന് മനസ്സമാധാനമായിട്ട് കാപ്പി പിടിക്കാൻ പറ്റരുത്. അവൻ എങ്ങനെയെങ്കിലും തിരിച്ച് തിയേറ്ററിൽ കയറണം. അവൻ അവിടെ നിന്ന് ഗസ് ചെയ്യരുത്. അവൻ പോയി അവിടെ നിന്ന് ഒരു സിഗരറ്റ് വലിച്ച് അല്ലെങ്കിൽ ഒരു കാപ്പിയെ കുടിച്ച് എന്തായിരിക്കും എന്നുള്ള ഗസ് ചെയ്യാൻ കൊടുത്തു കഴിഞ്ഞാൽ പണിയാവും. ഇത് ഭയങ്കര ശരിയാട്ടെ. കാരണം എന്താ വെച്ചാൽ ഞാൻ വരുന്ന തിയേറ്ററിൽ ഈ കാപ്പി കൊണ്ടുപോകാൻ പറ്റില്ല. മറ്റേ ബാക്കിയുള്ള ഐറ്റംസ് ഉണ്ട്. ഈ കാപ്പി അവിടെ പോയി മറിയാ, അങ്ങനെ അത് എന്തോ കാരണം കൊണ്ടാണ് ഈ 1ന്റെ ഫസ്റ്റ് ഷോയ്ക്ക് കുറെ പേര് കാപ്പി വാങ്ങിച്ചിട്ടില്ല. അതിന്റെ കാരണം എന്താണ്? കാരണം നമ്മൾ ആ എഡ്ജ് ഓഫ് ദ സീറ്റ് നമ്മൾ കൊടുത്തിട്ട് നമ്മൾ വിടുമ്പോൾ ആൾക്കാർക്ക് എന്തായിരിക്കും എന്നുള്ള ആ ഒരു, അതായത് ഫസ്റ്റ് സീൻ മിസ് ചെയ്യുന്നുള്ള പരിപാടി ഉണ്ടാവും ആൾക്കാർക്ക്. അപ്പൊ അതിന് ഈ ത്രില്ലർ സിനിമകളുടെ ഒരു മെറ്റഫർ അങ്ങനെയാണ്. അപ്പൊ നമ്മൾ ചെയ്യുന്ന വെച്ചാൽ ആ നമ്മുടെ ഓഡിയൻസിനെ എങ്ങനെ ഇതിൻ്റെ അകത്ത് ഗസ്സിന്ന് മാറ്റാന്നുള്ളതാണ് നമ്മൾ ചിന്തിക്കുന്നത്. കാരണം മലയാളി എപ്പോഴും പാരലി കഥ പറയും. ഇപ്പം നമ്മളെല്ലാവരും ചെയ്യൂലേ, പാരലി കഥ പറയും. അതെ അതെ, നമ്മളിങ്ങനെ നമ്മൾ സബ് പ്ലോട്ട്സ് നമ്മൾ ആലോചിച്ചു പോകും. ഇപ്പൊ ജിത്തുവിന്റെ ഏറ്റവും മിടുക്കെന്ന് പറഞ്ഞാൽ അത് തെറ്റിക്കുക എന്നുള്ളതാണ്. ലോസ്റ്റിൽ വർക്ക് ചെയ്ത ഒരു സംഭവം പറഞ്ഞു തരാം. അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് നമുക്ക് ഈ എത്നിക് സാധനങ്ങൾ, അല്ലെങ്കിൽ അവർക്ക് അവരുടെ എങ്ങനെയാണെന്ന് വെച്ചാൽ ഇന്റർനാഷണൽ ഓഡിയൻസ് ആണല്ലോ ഈ സാധനത്തിന്. അപ്പോൾ ഈ സൗണ്ട് സ്കേപ്സ് ഡിഫറെൻറ്റ് ടെറൈനെ ബേസ് ചെയ്ത് വേണം. അപ്പോൾ ഈ സറിയാലിറ്റി കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നമുക്ക് ഇന്ത്യൻ എലമെൻറ്റ്സ് അങ്ങനത്തെ ഉള്ള സാധനങ്ങൾ
ആ ഒരു ഇംഗ്ലീഷ് രീതിയിലേക്ക് കൺവേർട്ട് ചെയ്ത് വേണം. ആ. അപ്പം അങ്ങനെ അവിടെ എൻ്റെ കൂടെ പഠിച്ച ഒരു കമ്പോസർ, ഇപ്പം അവിടെയൊക്കെ നമ്മൾ പ്രൊഡ്യൂസേഴ്സായിട്ട് വർക്ക് ചെയ്യുക. ആ. അവിടെ പ്രൊഡ്യൂസറായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടായിരുന്ന പുള്ളി വഴിയാണ് എനിക്ക് ആ സാധനം വന്നത്. അപ്പോൾ കുറച്ച് സാധനങ്ങൾ ചെയ്ത് കൊടുക്കാമോ എന്ന് ചോദിച്ചു. നമുക്ക് ചെയ്ത് കൊടുക്കേണ്ട കുഴപ്പമില്ല. അപ്പോൾ അങ്ങനെ കുറേ ആൾക്കാരെ പഠിച്ചു. ഇപ്പോഴത്തെ ബുഡാപെസ്റ്റ് ഓർക്കസ്ട്രയുടെ ഓണറുണ്ട്, ബാലൻഡ് എന്നൊക്കെ പറഞ്ഞു. അവരെല്ലാവരും വർക്ക് ചെയ്ത ആൾക്കാരാണ്. അപ്പം അങ്ങനെ കുറേ ആൾക്കാർ ഇങ്ങനെ കൊളാബറേറ്റ് ചെയ്യും. വർക്ക് ചെയ്തിട്ടുണ്ട്. അയ്യോ ഓർമ്മയില്ല, കുറച്ചുണ്ടായിരുന്നു. അപ്പൊ നമുക്ക് എന്ന് വെച്ചാൽ ഇത് ഇവര് ഇപ്പൊ കമ്പോസർ അല്ല ഹയർ ചെയ്യണം. കമ്പോസറിന്റെ അവിടെ ഒരു 10 മെയിൻ പ്രൊഡ്യൂസേഴ്സ് ഉണ്ടാവും, അവര് ഹയർ ചെയ്യണം നമ്മളൊക്കെ. എന്നിട്ട് അതിനകത്തേക്ക് നമ്മൾ വർക്ക് ചെയ്യണം. അപ്പൊ ഈ ബാക്ക്ഗ്രൗണ്ട് സ്കോറിന്റെ ക്രെഡിറ്റ് ലിസ്റ്റിൽ ഉണ്ടാവോ പേര്? അറിഞ്ഞൂടാ. ഞാൻ ആക്ച്വലി എന്താ രസം അറിയാം, ഇപ്പൊ എനിക്കൊരു കുഴപ്പമുണ്ട്. ഇപ്പൊ മെമ്മറീസ് ഞാൻ കണ്ടു, ചെയ്തു കഴിഞ്ഞു. പിന്നെ മെമ്മറീസ് രണ്ടാമത് കാണാൻ എനിക്ക് പേടിയാണ്. കാരണം നമ്മൾ ചെയ്ത മിസ്റ്റേക്കുകളും ആ സാധനങ്ങളാണ് എനിക്ക് കൂടുതൽ കിട്ടുക. അതിൻ്റെ രോമാഞ്ചം അല്ല കിട്ടുക. അതായത് ഇത് നന്നാക്കരുത്, ഇത് ഭയങ്കര മോശമായി, ഇപ്പോൾ ഈ സാധനം എനിക്ക് ഭയങ്കരമായിട്ട് കിട്ടും. ഇപ്പോൾ വീട്ടിൽ വൈഫൊക്കെ ഇരുന്ന് മെമ്മറീസൊക്കെ കാണുമ്പോൾ ഞാൻ എനിക്ക് അവിടെ ഇരിക്കാൻ പറ്റില്ല. കാരണം അത് കാണുമ്പോൾ നമുക്ക് അന്ന് നമ്മൾ കുറേ ഹറിബറി വെച്ചിട്ടായിരിക്കും പല കാര്യങ്ങളൊക്കെ ചെയ്തേക്കണേ. ഇപ്പോൾ ഈ ദൃശ്യം 3 എനിക്ക് പേടിയാണ് പോയി കാണാനായിട്ട്. ദൃശ്യം 2 ആ ലാസ്റ്റ് പ്രിവ്യൂ കഴിഞ്ഞാൽ പിന്നെ കണ്ടിട്ടില്ല. അതെന്താ പ്രശ്നം വെച്ചാൽ നമ്മളത് ഭയങ്കര ക്രിട്ടിക്കലി ആയിരിക്കും കാണുന്നത്. ഒരു ഓഡിയൻസിൻ്റെ ഇത് ആയിട്ട് എടുത്ത് കാണാൻ പറ്റില്ല. അപ്പോൾ അതിന് മറ്റേ നമ്മൾ ചെയ്യാത്ത പടങ്ങൾ പോയി കാണുക എന്നുള്ളതാണ് ഓഡിയൻസ് ആയിട്ട്. ഈ ആളുകൾ ദൃശ്യം 4 പ്രതീക്ഷിക്കുന്നുണ്ട്, ദൃശ്യം 4 ഉറ്റുനോക്കുന്നുണ്ട്. ഇന്നലെയൊക്കെ വിളിക്കുന്നുണ്ട് ആളുകൾ. ശരി, അറിയില്ല. കാരണം ഈ പറഞ്ഞ ജിത്ത് എന്താ കൊണ്ടുവരുന്നതെന്ന് നമുക്കറിയില്ല. ഇപ്പോൾ ചെയ്യണ്ടോന്ന് തന്നെ നമുക്കറിയില്ല. ചെയ്താൽ തന്നെ അതെങ്ങനെയായിരിക്കും പറഞ്ഞൊന്നും ഒരു ഐഡിയ ഉണ്ടാവില്ല. അത് ആ പുള്ളി കോൺക്രീറ്റ് അല്ലാതെ പുള്ളി സംസാരിക്കില്ല. അപ്പോൾ പിന്നെ നമ്മൾ അതിനെ എന്തായിരിക്കും നമ്മൾ ആലോചിക്കാതിരിക്കണം നല്ലത്. ഇതുപോലെ ഈ മെമ്മറീസിന് രണ്ടാം ഭാഗം ഉണ്ടോ നാളോട് ചോദിക്കാറുണ്ടോ? അതേ പറഞ്ഞ ജിത്തുവിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ എൻഡെന്ന് പറയണ മൊമെന്റിൽ മാത്രം വിശ്വസിച്ചാൽ മതി. നമ്മുടെ ചുറ്റും ഉണ്ടായിരിക്കും പുള്ളി ഇങ്ങനെ ആലോചിച്ചായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് കാര്യമില്ല. പുള്ളിക്കൊരു കോൺക്രീറ്റ് രീതിയാണ് പുള്ളിയുടെ. എൻഡ് എന്ന് പറയുന്ന മൊമെന്റിലുള്ളൂ. ഇങ്ങനെ നമ്മളല്ലാണ്ട് ചോദിച്ചു കഴിഞ്ഞാൽ പലതരം ചിന്ത ഉണ്ടോ എന്നേ പറയുള്ളൂ, അല്ലാതെ വേറെ ഒന്നും പുള്ളി പറയില്ല. പുള്ളി എപ്പോൾ പുള്ളിക്ക് കോൺക്രീറ്റ് ആവണം അപ്പോൾ നമ്മുടെ അടുത്ത് പറയും. ഇപ്പൊ ബാക്ക്ഗ്രൗണ്ട് സ്കോറിൽ പലരും ഇപ്പൊ ഇളയരാജ സാറിനെ പറ്റി പറയും, ഹാൻസ് സിമ്മറിനെ പറ്റി പറയും. അങ്ങനെ സ്വന്തമായിട്ടൊരു റെഫറൻസ് എടുക്കുകയും അല്ലെങ്കിൽ ഒരു ഗൈഡായിട്ട് വിചാരിക്കുകയും ചെയ്യുന്ന പേഴ്സണലി വിചാരിക്കുന്ന ഒരു അനിൽ ജോൺസന്റെ ഒരു ടെക്സ്റ്റ് ബുക്ക് ആരായിരിക്കും ഒരു മ്യൂസിഷ്യൻ? ഒരുപാട് കമ്പോസേഴ്സ് ഉണ്ട് ആക്ച്വലി. എനിക്ക് എന്നിയോ മോറിക്കോണെ ഭയങ്കര ഇഷ്ടമുള്ള കമ്പോസറാണ്. മറ്റേ മെലീന അതൊക്കെ ചെയ്ത് സിനിമ പാരഡൈസ്. പിന്നെ ജോൺ വില്യംസ് ഒരു വലിയ സംഭവം. മറ്റേ ഞാൻ ഇന്റർനാഷണൽ മ്യൂസീഷ്യൻസ് പറഞ്ഞ മറ്റേ സാം മെൻഡസിന്റെ ചില ഒരു കമ്പോസറുണ്ട്, തോമസ് ന്യൂമാൻ. പുള്ളി ഭയങ്കര ഇൻഫ്ലുവൻസ്ഡ് ആണ്. അങ്ങനെ കുറേ കമ്പോസേഴ്സ് ഉണ്ട്. അത് ഓരോ സാധനങ്ങൾ ചെയ്യണനുസരിച്ചാണ്. അപ്പോൾ ഇമോഷണൽ സാധനങ്ങൾ ഞാൻ കൂടുതലും മോറിക്കോണെ ഭയങ്കരമായിട്ട്, ജോൺ വില്യംസ് ഒക്കെ ഭയങ്കരമായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്. ഇനിയും നമ്മുടെ നാട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ ജോൺസൺ മാസ്റ്റർ അടക്കില്ലേ, ജോൺസൺ മാസ്റ്റർ, റഹ്മാൻ, എ ആർ റഹ്മാൻ അച്ഛൻ, ആർ കെ ശേഖർ, അങ്ങനെ മദൻ മോഹൻ, രാജസാറ്, ഇവരൊക്കെ ആക്ച്വലി നമ്മൾ കേട്ട് വളർന്നു തന്നെ ഭയങ്കര നമ്മുടെ മ്യൂസിക് ഭയങ്കര റിച്ചാണ്. അപ്പോൾ ഞാൻ ഇപ്പോൾ പറഞ്ഞ നമ്മൾ ഏർലി 70s കിഡാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഒരു ട്രാൻസിഷനിൽ ജനിച്ചേക്കുന്ന ആൾക്കാരെ കണ്ടമാനം മ്യൂസിക് കണ്ടിട്ടുണ്ട്. ആർ ഡി ബർമനും ഇവരെല്ലാവരും നമ്മളിങ്ങനെ രാജാ സാറിൻ്റെ ലൈവ് ഷോസും ഒക്കെ ഇങ്ങനെ നമ്മൾ കണ്ട്. പിന്നെ ഈ പറഞ്ഞത് എല്ലാ പിള്ളേരും പോലെ ഒരു 18 വയസ്സ് കഴിഞ്ഞപ്പോഴത്തേക്കും ഇവിടെ ഞാൻ കോളേജിൽ പഠിക്കുന്ന സമയത്ത് തന്നെ ചെന്നൈക്ക് അസിസ്റ്റൻ്റ് വണ്ടി കയറിയ ഒരാളാണ്. അപ്പോൾ ആ സമയത്ത് പോയിട്ട് നമുക്കിതൊക്കെ കാണുക, കേൾക്കുക, എന്തൊക്കെയാണ് പരിപാടികൾ. ഇപ്പോൾ രാജാ സാർ എന്ന് പറഞ്ഞാൽ ആളുടെ മ്യൂസിക്കാണ് നമ്മൾ. രാജാ സാർ എന്നുള്ള വ്യക്തിയല്ല നമ്മൾ. പക്ഷേ ജോൺസൺ മാസ്റ്ററിൻ്റെ മ്യൂസിക് നമുക്ക് തന്നെ ഒരു പരിപാടിയുണ്ട്. അത് മിനിമലിസം. എനിക്ക് പുള്ളിയുടെ ഏറ്റവും ഇഷ്ടം, ഞാൻ ഇവിടെ ഏറ്റവും കൂടുതൽ എൻ്റെ ഒരു ഐക്കണായിട്ട് ഞാൻ വെക്കുന്നത് ജോൺസൺ മാസ്റ്ററിനാണ്. കാരണം മിനിമലാണ് പുള്ളി. ഈ പറഞ്ഞ മറ്റേ ഇങ്ങനെ മാസ് കളിയല്ല. പുള്ളിയാണ് എനിക്ക് പറഞ്ഞു തന്നേക്കുന്നത് മറ്റേ ഇതിൻ്റെ ഫിയറിൻ്റെ അൾട്ടിമേറ്റ് സൈലൻസ് ആണ്.
ഒരു സൈലൻസ് കഴിഞ്ഞിട്ട് എന്ത് സാധനം നീ ആലോചിക്കാൻ പോകുള്ളൂ. ഇപ്പോൾ ദൃശ്യം 3 കൊന്ന ആ പറഞ്ഞ ഒരു ഡയലോഗില്ലേ, അതിന് തൊട്ട് മുമ്പ് ഞാനൊരു സൈലൻസ് കൊടുത്തിട്ടുണ്ട്. ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ ആ മ്യൂസിക് കഴിഞ്ഞാൽ ഒരു സൈലൻസ് കൊടുത്തിട്ടുണ്ട്. അതിന്റെ കാരണം എന്താണ്? കാരണം ഇതിന്റെ ഓരോ തവണ ജനാലയിലേക്ക് നോക്കുമ്പോൾ ഒരു സൈലൻസ് കഴിഞ്ഞിട്ടേ തുടങ്ങുള്ളൂ. കാരണം അവിടെ അയാളുടെ മനസ്സിൽ എന്താണ് പൊങ്ങി വരുന്നതെന്നുള്ളതിനുള്ളൊരു ഗ്യാപ്പ് കൊടുക്കണം എന്നുള്ളതാണ്. അപ്പോഴേ നമുക്ക് ബ്ലാങ്ക് ആവും. ഞാനവിടെ ഒരു മ്യൂസിക് കിട്ടണമെങ്കിൽ ആൾക്കാർ ഇയാൾ ഇതായിരിക്കും ചിന്തിക്കണമെന്ന് വരും. നേരെ മറിച്ച് നമ്മൾ അവരെ ഗസ് ചെയ്യണം എങ്ങനെയാണെന്ന് വെച്ചാൽ അവിടെ സൈലൻസ് ഒന്നുമില്ല. എന്തുകൊണ്ടുവരാന്നുള്ളൊരു തോന്നൽ അവിടെ നിന്ന് പോവാണ് ചെയ്യണത്. ഇനിയും ദൃശ്യത്തിന്റെ ഭാഗമായിട്ട് ഇനിയും ഒരുപാട് ട്രാവൽ ചെയ്യാൻ സാധിക്കട്ടെ. അത് വലിയ പ്രഷറാണെന്ന് അറിയാമെന്നാണ്. സത്യം പറഞ്ഞാൽ ഇത് കഴിഞ്ഞിട്ട് മറ്റേ ഈ ഇന്റർവ്യൂകളിൽ ചോദ്യം ചോദിക്കുമ്പോഴാണ് പ്രശ്നം. ടെക്നീഷ്യൻസ് അതിൻ്റെ പേരിൽ നമുക്ക് നമ്മളും ക്രിയേറ്റീവ് ആൾക്കാർ തന്നെയാണ്. പക്ഷെ നമുക്ക് ഈ വേറെ ഇങ്ങനത്തെ എങ്ങനെ ചെയ്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സത്യം പറഞ്ഞാൽ ആൻസർ ഇല്ല. അത് ആ മൊമെന്റിൽ ചെയ്യണോണ്ടിട്ടുള്ള. അപ്പോൾ അതുകൊണ്ടാണ് പലപ്പോഴും ഇന്റർവ്യൂവിൽ നിന്ന് വിട്ടു നിൽക്കണതിൻ്റെ ഇപ്പം നല്ല ക്വസ്റ്റ്യൻസ് ഉണ്ടാകുമ്പോൾ ഈ പറഞ്ഞാൽ നമുക്ക് ആൻസർ ചെയ്യാൻ രസമാണ്. അങ്ങനെ സംഭവിക്കട്ടെ. ഇനി കുറച്ചുകൂടി ആളുകൾ മുഖം അറിയുന്നത് നല്ലതായിരിക്കും എനിക്ക് തോന്നുന്നത്. അയ്യോ, നേരത്തിന് ഒരുപാട് നന്ദി. അവസാനമായിട്ട് വീണ്ടും കൺഗ്രാജുലേഷൻസ് ആണ് ദൃശ്യം. താങ്ക് യു സോ മച്ച്. നല്ലതാണ്. താങ്ക് യു. Own your pride. Pride Diamond Collections by Joya Lucas, world's favorite jeweler.